ബക്കറ്റ് ലിസ്റ്റിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകണം ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്ന ബക്കറ്റ് ലിസ്റ്റിൽ പ്രയോറിറ്റിയിലുണ്ടായിരുന്ന ഒരു സാധനമാണ്. അതെ, ഞങ്ങളെ എല്ലാരെക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹം രാവിലെ ഊബർ വിളിച്ച് കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നടക്കണ വരെ ഈ ഒരു നിമിഷം വരെ നടക്കുമെന്ന് വിചാരിച്ചല്ല. തടസ്സം ഓരോ മൊമെന്റിലും ഇങ്ങനെ പണി ഗൈസ് എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അപ്പം പോയി എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. പക്ഷെ ഞാനും വിചാരിച്ചില്ല, ഞാൻ ഇവിടെയാ പ്രതീക്ഷിച്ചത്. അപ്പൊ ഗൈസ് എക്സൈറ്റഡ് അല്ലേ നമ്മൾ? അതിനകത്ത് നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പറ്റണ പോലെ ഞങ്ങളിപ്പം 4 പേര് ഒരുമിച്ച് അപ്പൊ അഫ്സുന്റെ വീട്ടിലാണുള്ളത്. അപ്പം ഞങ്ങള് പറ്റണ പോലെ ഞങ്ങളുടെ ഡേയുടെ ബിഗ്സ് എടുത്ത് ഇടുന്നതാണ്. അതിന്റെ അകത്തുനിന്നുള്ള ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഓക്കെ ബൈ. നമ്മളപ്പം ബസ്സിൽ കയറി. ഇവിടുന്ന് ബസ്സിൽ വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ ആൾക്കാരുണ്ടേ. ഡ്രസ്സൊക്കെ മാറിയപ്പോഴാണ് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ്. 11 മണി ആവുന്നതേ ഉള്ളൂ. 11 മണിക്കാണ് ഇവിടെ എൻട്രി. ഇത് ഇവിടുത്തെ ഓഫീസിലാണ്. ഇതെല്ലാം കാശ് കൊടുത്താൽ കിട്ടും. ഞങ്ങൾ അതുകൊണ്ട് തിന്നുന്നില്ല. നമ്മളിപ്പോ എവിടെ കയറിട്ടാ വന്ന ഏതോ ഒരു സാധനം. അയ്യോ, അതിന്റെ ഇത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ടെൽ. 1000 രൂപ മുടക്കി 1500 രൂപ മുടക്കി വരുന്നെങ്കിൽ 2500 അവർ തിരിച്ചു തരുന്നത്. ഇപ്പോഴും ഷിവറിങ് മാറിയിട്ടില്ല. ഞങ്ങൾ കയറി കഴിഞ്ഞിട്ട് ഇപ്പൊ 10-15 മിനിറ്റ് ആയി. പക്ഷെ ഓ മൈ ഗോഡ്, നത്തിങ് പറയാനില്ല. അത്രയുണ്ടായിരുന്നു. ഇനി അടുത്ത് കയറിയിട്ട് എക്സ്പീരിയൻസ് പറയാവേ. ബൈ. വിശന്ന് വലിഞ്ഞതിനകത്ത് കയറി. പക്ഷെ സൂപ്പറായിരുന്നു. വിശന്നോണ്ടാണെന്ന് അറിഞ്ഞൂടെ, ഭയങ്കരമായിട്ട് പേടിയൊന്നും തോന്നിയില്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നു മേളിൽ കയറിയിട്ട് കാണാൻ. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ബിരിയാണി കഴിച്ച് ബിരിയാണി
ഇക്കനോസ് 360 ആണ്. അഫ്സാന് ഏതാ ഇഷ്ടപ്പെട്ടെ? എനിക്ക് റീകോയിൽ. നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? ചിക്കന് എനിക്ക് ലാസ്റ്റ് ഇക്കനോസ് 360. ഞങ്ങൾക്ക് 3 പേർക്ക് എനിക്ക് റീകോയിൽ ഇക്കനോസ് 360 ഇഷ്ടപ്പെട്ടു. റീകോയിൽ കുറച്ചുകൂടി ചാകാൻ പോകുന്ന കൂട്ടാണ്. കുറച്ചുകൂടി അഡ്വഞ്ചർ ഇഷ്ടം. ഇക്കനോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വ്യൂ ഭയങ്കര വ്യൂ ആയിരുന്നു. നമ്മൾ തലയും കുത്തി കിടന്നിട്ടാണ് വ്യൂ ആസ്വദിക്കുന്നതെങ്കിൽ പോലും എനിക്ക് ഭയങ്കര പേടിയാണ് കൂടെ ഇറങ്ങി പോകും. ഇപ്പൊ വിചാരിച്ചു ഇങ്ങനെ എന്റെ കൂടെ ഞാൻ ഇറങ്ങി പോകും. അതുകൊണ്ട് എനിക്ക് പിടിച്ചിരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. വൺസ് നമ്മൾ എന്താണേലും വണ്ടർലേ വരണം എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു. ഡ്രീം കം ട്രൂ. ഇനി ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് 2020 തുടങ്ങിയാന്ന് തോന്നണം. ഫൈനലി 2024 ഞങ്ങളത് സാക്ഷാത്കരിച്ചത്. എന്തായാലും ബർത്ത്ഡേ വെയിറ്റ് എന്ന് പറയാം. ഇനി വാട്ടർ റൈഡിലായിട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഫോൺ എടുക്കാൻ പറ്റും തോന്നാനുള്ള. എന്തായാലും കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, സിദ്ധാർത്ഥ എന്തെടുക്കാം? ഹായ് ഗായ്സ്, ഞങ്ങൾ ഗ്രില്ല് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിൽ ഞങ്ങൾ ഗ്രില്ലുണ്ടാക്കാൻ പോകുവാണ് ഗൈസ്. എൻ്റെ വീട്ടിലാണ് ഇതുവരെ പോയിട്ടുള്ളവർ. സോറിടാ. ഇവിടെ അടുപ്പ് കൂട്ടുവാണ് ഗൈസ്. ആ എന്തല്ലോ. ഓ ഇങ്ങനെ വെക്കാനായിരുന്നല്ലേ. ഓ മൈ ഗോഡ്. നമ്മുടെ അഞ്ജലി സിദ്ധാർത്ഥൻ വയർത്ത് കുളിച്ച് ഇതിപ്പോ ഞാൻ പോകാൻ കഴിയുന്ന ഇവിടെ പണിയെടുത്തടാ. അഞ്ജലി സിദ്ധാർത്ഥൻ വെളുത്തുള്ളി എഴുതുന്നു. ഇത് വെറുതെ നിന്നു. എന്റെ ബ്രദറേ, ഇതെന്റെ പാത്തു താത്ത. ഒന്ന് നോക്കി പറഞ്ഞേ. ഹായ് പറ. വെൽക്കം ടു യു ഫോർ. പറ അങ്ങോട്ട്. ഇച്ചിരി ക്യാമറ ഭയങ്കര ഗായ്സ്. ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ ഗ്രില്ലിന് വേണ്ടിയിട്ട് ഷീബാമ ഇവിടെ കനൽ കൂട്ടുന്നതാണ്. ആദ്യം കൂട്ടി അഫ്സലിക്ക, പക്ഷെ അത് കെട്ടുപോയി. നിർഭാഗ്യമെന്ന് പറയട്ടെ. ഈ കനൽ പിടിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കം ബാക്ക് ടു അവർ കിച്ചൺ. ഹിയർ ഇസ് ദ മസാല, സ്പെഷ്യൽ മസാല പവേർഡ് ബൈ അഫ്സൽ സലീം. റെസിപ്പി കാണിക്കുന്നുണ്ട്. റെസിപ്പി പറയാൻ താല്പര്യമുണ്ടോ? ഓക്കെ, അതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്ന. ഓക്കെ ഓക്കെ. അപ്പൊ അഫ്സൽ ശരിയാണോ? അത് സാരമില്ല, അങ്ങനെയും എടുക്കാം. നമുക്ക് ടേസ്റ്റ് ഞങ്ങളാണ് റെസിപ്പിയുടെ വെരിഫൈ ചെയ്യുന്നത് എങ്ങനെ ഉണ്ടെന്ന്. വണ്ടർല വീഡിയോന്റെ എൻഡിങ് വീഡിയോ ആണ്. എന്നത്തെ പോലെ ഞങ്ങൾ എൻഡിങ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതായത് എൻഡിങ് വീഡിയോ എടുക്കാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വണ്ടർലയിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം, നമ്മൾ അന്നത്തെ ദിവസം ദ എൻഡ് ഓഫ് ദ ഡേ ചത്തായിരിക്കും വീട്ടിൽ വരുന്നത്. അതായത് ബോഡിയൊക്കെ ഫുൾ പെയിൻ ആയിരിക്കും. പക്ഷെ അതൊരു എന്താ വിഷമത്തിൻ്റെ അല്ല, ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചിട്ട് നമ്മുടെ എല്ലാ എനർജി അന്നത്തെ ദിവസം വയറിന് വയ്യ, കൈക്ക് വയ്യ, കാലിന് വയ്യ, അനങ്ങാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ എന്നുള്ളൊരു കണ്ടീഷനാണ്. ചെന്നിട്ട് നമുക്ക് കിടന്നാ മതി എന്നായിപ്പോയി. ബോഡി പെയിൻ ആയിരിക്കും. ഞാൻ ചെയ്തായിരുന്നു എൻഡിങ് വീഡിയോ എടുക്കണം എന്നൊക്കെ. പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ നോക്കിയപ്പോഴാണ് എഡിറ്റിംഗ് വീഡിയോ ഇല്ലാന്ന് മനസ്സിലായത്. കുറച്ച് വെട്ടത്തിന്റെ കുറവുണ്ടായിരുന്നു. അപ്പം അബൌട്ട് ദ ഡേ പറയുകയാണെങ്കിൽ അടിപൊളി ഒരു ഡേ, ഒരു വണ്ടർ ഡേ. ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കും കേട്ടോ. അയ്യോ ഇച്ചിരി കൂടെ മാറാം. വണ്ടർല എന്ന് പറയുന്ന കൂട്ട് തന്നെ ഒരു വണ്ടർ ഡേ ആയിരുന്നു അന്ന്. അന്നത്തെ ദിവസം ഞങ്ങൾ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങൾ വണ്ടർലയിൽ പോയി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചു അവിടെ പോയിട്ടുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ ബർത്ത്ഡേ മന്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 0, അതാണ്, പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. പക്ഷേ അതല്ലാതെ ഞങ്ങൾ പോയ ഓഫർ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്റ്റുഡൻറ് ഐ ഡിയിലാണ് പോയത്. പെർ പേഴ്സൺ ഒരു 2000 രൂപ. അതായത് ഇത്രയും വരത്തില്ല. സ്റ്റുഡൻറ് ഐ ഡിയിൽ പോയാൽ ഒരു
ഒരു 1300 സംതിങ് പ്ലസ് എല്ലാം കൂടെയാണ് ടോട്ടൽ. അതായത് ലോക്കർ, നമ്മുടെ കയ്യിൽ നമ്മള് ട്രാവലിംഗ് എല്ലാം. ഞങ്ങളുടെ വീട് ആലുവയായിരുന്നു. ആലുവയിൽ നിന്ന് പോയി ഊബർ വിളിച്ച് പോയ ആ ട്രാവലിംഗ്, പിന്നെ ടിക്കറ്റ് എല്ലാം കൂടി കൂട്ടി 2000 അകത്തായി. അതല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് വിത്തൗട്ട് സ്റ്റുഡൻറ് ID കാർഡാണ് പോകുന്നതെങ്കിൽ എന്തായാലും ഒരു എബവ് 2000 ആണ് ഉറപ്പായിട്ടും. സ്റ്റുഡൻറ് ID പോയപ്പോൾ 20% ഓഫായിരുന്നു. അതായത് ടിക്കറ്റിന് മാത്രം 1300. അതല്ലാണ്ട് നമ്മള് പുറത്തുനിന്നാണ് പോകുന്നതെങ്കിൽ വിത്ത് GST ടിക്കറ്റിന് മാത്രം 1700 സംതിങ് ആവും. പിന്നെ ഡ്രസ്സിങ്, നൈലോൺ ഡ്രസ്സ് ഉറപ്പായിട്ടും. നിങ്ങൾ വെളിയിൽ നിന്ന് അവിടെ തന്നെ കടയുണ്ട്, വെളിയില് അകത്തെ കടയൊന്നും വാങ്ങിക്കരുത്. വെളിയിൽ നമ്മളീ വീട്ടിൽ കൂടി ഒക്കെ ഇടുന്ന ഡ്രസ്സ് മിക്കുന്ന നൈലോണിന്റെ ബനിയൻ വെളി വന്നിട്ട് വാങ്ങിക്കോളൂ. അകത്ത് കയറി വാങ്ങിക്കോളൂ. കാശുണ്ടെങ്കിൽ അങ്ങനെയല്ല, വണ്ടർലേ വരുമ്പോ എല്ലാവർക്കും അറിയാലോ ഡ്രസ്സിങ് അതവരുടെ മാൻഡേറ്ററി ആണ്. ബാക്കി തീർക്കട്ടെ. മാൻഡേറ്ററി ആണ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടർലേ നമ്മളിപ്പോ ഞാൻ സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിലും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 മണി 5 മണി അല്ലെങ്കിൽ 6 മണി 6:30 ആവാൻ നേരത്ത് വാട്ടർ റൈഡുകളെല്ലാം ക്ലോസ് ആവും. അപ്പൊ 6:30 കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ പോകാൻ നിൽക്കരുത്. അവിടെ നിങ്ങൾക്ക് ആരെങ്കിലും സ്റ്റേ ഒക്കെ നിങ്ങൾ റെഡി ആക്കി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 6:30 to 7:30 അവിടെ ഒരു DJ ഉണ്ട്. അപ്പൊ ആ കുലുക്കല്ലേ നീ, അപ്പൊ ആ DJ അത് നമ്മൾ ഇത്രയും അടിച്ചു പൊളിച്ച് കുറെ റൈഡ്സിലൊക്കെ കേറിയിട്ട് ആ ഒരു DJയും കൂടി ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുമ്പോ നമുക്ക് സത്യം പറഞ്ഞ ഒരു പാർട്ടി നൈറ്റ് ആയിരുന്നു. എൻഡിങ് DJ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു, എന്ത് പരിപാടി ഉണ്ടെന്ന് അറിയാൻ അങ്ങനെ കയറി ചെന്ന. പിന്നെ എന്താണെന്ന് കഴിഞ്ഞാൽ 2021 ഞങ്ങൾ പ്ലാൻ ചെയ്താണ് വണ്ടർലേ പോകണമെന്ന്. അത് ഇംപ്ലിമെന്റ് ആയത് 2024 അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള, ഞങ്ങളെ പോലെ തന്നെ ഒത്തിരി പേര് വണ്ടർലേ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നടക്കില്ല എന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ മനസ്സിൽ നമ്മള് അത്രയും ആഗ്രഹിച്ചൊരു സംഭവമാണെങ്കിൽ നമ്മൾ വിചാരിച്ചത് ഞങ്ങള് എല്ലാവരും കൈ കിടക്കുന്നു ഗൈസ്. ഇത് നമ്മള് വേണമെന്ന് വെച്ചാ നടക്കും. നമ്മളതിന് വേണ്ടിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കണം. നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടെങ്കിൽ നല്ല ഒരു. പക്ഷെ ഞങ്ങൾ ഇത് പ്രീ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഞങ്ങൾ ലീവ് വന്നു. എന്നാ പിന്നെ നമുക്ക് വണ്ടർലേ 2 days പ്ലാൻ അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് പെട്ടെന്ന് ലീവ് വന്ന പോസ്റ്റിംഗ് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്നാ നമുക്ക് വണ്ടർലേ വിട്ടല്ല. അങ്ങനെയായിരുന്നു. അപ്പൊ എല്ലാം സഡൻ സാധനം മനസ്സിലൊരു 3 വർഷമായിട്ടുണ്ടെങ്കിലും അതിങ്ങനെ അങ്ങ് പോവായിരുന്നു നടക്കാതെ. പക്ഷെ ലാസ്റ്റ് വർഷം നമുക്ക് എന്തേലും ഇത് വന്നിട്ട് ഇങ്ങനെ എന്തേലും ഒക്കെ കാണും. പക്ഷെ ഈ തവണ എല്ലാം സ്മൂത്ത് ആയിട്ട് വണ്ടർലാണ്. പിന്നെ പോണം. നിങ്ങൾ കോളേജിൽ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ്. കാരണം സ്റ്റുഡന്റ് ID നല്ലൊരു ഓഫർ ഉണ്ട്. ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടത്തില്ല. കോളേജ് ID എനിക്കും ലാസ്റ്റ് വന്നായിരുന്നു. ഞാൻ എന്റെ ഈ മാസം കൊണ്ട് കോളേജ് ലൈഫ് തീരുമായിരുന്നു. അതിന് മുന്നേ വണ്ടർലയും പോയി. സ്റ്റുഡന്റ് എന്തായാലും നഷ്ടം വരത്തില്ല. നിങ്ങള് സെറ്റ് ആയിരിക്കും. ഇപ്പൊ സിത്തു ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയുന്ന തൊട്ട്. സിത്തു ഇപ്പൊ വീട്ടിലാണ്, ഞങ്ങൾ ഹോസ്റ്റലിലാണ്. അപ്പൊ വിത്ത് ദ പ്രസൻസ് ഓഫ് സിത്തു ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ്യുവാണ്. തന്നെ ഇരുട്ട് വീണു തുടങ്ങി. ഒരു ബാഗ് അങ്ങനെയൊക്കെ നാച്ചുറൽ ആണ് കേട്ടോ. അയ്യോ ഇങ്ങോട്ടാ തെറ്റിപ്പോയി. അങ്ങോട്ടാണ്. അപ്പൊ അവള് പോയി. അപ്പൊ ഗൈസ് സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വണ്ടർലേ പോയി അടിച്ചു പൊളിക്കുക.